ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയിലെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഭൗതിക ശാസ്ത്രത്തിലെ ശബ്ദം എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ശബ്ദം എന്ന് പറയുമ്പോൾ ശബ്ദം എന്താണ്? ശബ്ദം ഒരു ഊർജ രൂപമാണ്. സൗണ്ട് ഈസ് ദ ഫോം ഓഫ് എനർജി. സൗണ്ട് ഈസ് എ ഫോം ഓഫ് എനർജി. ശബ്ദം ഒരു ഊർജ രൂപമാണ്. അതുപോലെ തന്നെ ശബ്ദത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശബ്ദം ശൂന്യതയിലൂടെ സഞ്ചരിക്കുകയില്ല. ശബ്ദം എന്ത് ചെയ്യില്ല? ശബ്ദം ശൂന്യതയിലൂടെ സഞ്ചരിക്കുകയില്ല. സൗണ്ട് ഡസ് നോട്ട് മൂവ്സ് ഇൻ വാക്വം. ശൂന്യതയിലൂടെ സഞ്ചരിക്കുകയില്ല. അതുപോലെ പറയുകയാണെങ്കിൽ വായുവിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗത എത്രയാണ്? 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ. വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ ആൻസർ 340 മീറ്റർ പെർ സെക്കൻഡ്. 340 മീറ്റർ പെർ സെക്കൻഡ്. അതുപോലെ തന്നെ യൂണിറ്റ് ഓഫ് സൗണ്ട് ഫ്രീക്വൻസി. യൂണിറ്റ് ഓഫ് സൗണ്ട് ഫ്രീക്വൻസി ആൻസർ ഹെഡ്സ്. അതായത് ശബ്ദത്തിൻ്റെ ആവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ഹെഡ്സ് ആണ്. ഹെഡ്സ്. യൂണിറ്റ് ഓഫ് സൗണ്ട് ഫ്രീക്വൻസി ആൻസർ ഹെഡ്സ്. അതുപോലെ തന്നെ യൂണിറ്റ് ഓഫ് സൗണ്ട് പൊല്യൂഷൻ ആൻസർ ഡെസിബൽ. ശബ്ദ മലിനീകരണത്തിൻ്റെ യൂണിറ്റ് ആൻസർ ഡെസിബൽ. ഡെസിബൽ. ശബ്ദ മലിനീകരണത്തിൻ്റെ യൂണിറ്റ് ഡെസിബലാണ്. പകൽ സമയത്ത് 50 ഡെസിബലിന് മുകളിലുള്ള ശബ്ദത്തെ എന്തായി കണക്കാക്കുന്നു? ശബ്ദ മലിനീകരണമായിട്ട് കണക്കാക്കുന്നു. അതുപോലെ തന്നെ രാത്രികാലങ്ങളിലെ 40 ഡെസിബലിന് മുകളിലുള്ള ശബ്ദം എന്തായി കണക്കാക്കുന്നു? ശബ്ദ മലിനീകരണമായിട്ട് കണക്കാക്കുന്നു. കേട്ടോ? അപ്പോൾ ശബ്ദ മലിനീകരണത്തിൻ്റെ യൂണിറ്റ് ചോദിച്ചാൽ ആൻസർ എന്താണ്? ഡെസിബലാണ്. ഡെസിബലാണ്. അതുപോലെ പറയുകയാണെങ്കിൽ മനുഷ്യൻ്റെ ശ്രവണ പരിധി എത്രയാണ്? ശ്രവണ പരിധി എത്രയാണ്? 20 ഹെർട്സ് ടു 20,000 ഹെർട്സ്. 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലുള്ള ശബ്ദമാണ് നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത്. കേട്ടോ? ശ്രവണ പരിധി. കേട്ടോ? ഹിയറിംഗ് ലിമിറ്റേഷൻ എത്രയാണ്? 20 ഹെർട്സ് ടു 20 ഹെർട്സ് ടു 20,000 ഹെർട്സ്. കേട്ടോ? 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലുള്ള ശബ്ദമാണ് നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം ചോദിച്ചാൽ എന്താണ്? ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണെന്ത്? അക്കോസ്റ്റിക്സ്. സ്റ്റഡി ഓഫ് സൗണ്ട്. ആൻസർ അക്കോസ്റ്റിക്സ്. സ്റ്റഡി ഓഫ് സൗണ്ട് എന്താണ്? അക്കോസ്റ്റിക്സ് ആണ്. അതുപോലെ പറയുകയാണെങ്കിൽ വൈദ്യുതോർജ്ജത്തെ ശബ്ദോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണം ഏതാണ്? ശബ്ദോർജ്ജത്തെ വൈദ്യോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് മൈക്രോഫോൺ. ദ ഡിവൈസ് യൂസ്ഡ് ടു കൺവേർട്ട് സൗണ്ട് എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. ആൻസർ എന്താണ്? ആൻസർ മൈക്രോഫോൺ. മൈക്രോഫോണാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ വൈദ്യുതോർജ്ജത്തെ ശബ്ദോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണം ഏതാണ്? ലൗഡ് സ്പീക്കറാണ്. ഏതാണ്? ലൗഡ് സ്പീക്കറാണ്. ദ ഡിവൈസ് യൂസ്ഡ് ടു കൺവേർട്ട് സൗണ്ട് എനർജി ഇലക്ട്രിക്കൽ എനർജി ടു സൗണ്ട് എനർജി. ആൻസർ എന്താണ്? ആൻസർ ലൗഡ് സ്പീക്കർ. ലൗഡ് സ്പീക്കർ. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ലൗഡ് സ്പീക്കറാണ്. കേട്ടോ? അതുപോലെ തന്നെ റേഡിയോ കണ്ടുപിടിച്ചത് ആരാണ്? റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണിയാണ്. റേഡിയോ വാസ് ഡിസ്കവേർഡ് ബൈ മാർക്കോണി. റേഡിയോ വാസ് ഡിസ്കവേർഡ് ബൈ മാർക്കോണി. ഗ്രാമഫോൺ കണ്ടുപിടിച്ചത് ആരാണ്? തോമസ് ആൽവ എഡിസൺ ആണ്. ഗ്രാമഫോൺ വാസ് ഡിസ്കവേർഡ് ബൈ തോമസ് ആൽവ എഡിസൺ. അതുപോലെ ടെലഫോൺ കണ്ടുപിടിച്ചത് ആരാണ്? അലക്സാണ്ടർ ഗ്രഹാം ബെല്ലാണ്. അലക്സാണ്ടർ ഗ്രഹാം ബെല്ലാണ് ടെലിഫോൺ കണ്ടുപിടിച്ചത്. ടെലിഫോൺ വാസ് ഡിസ്കവേർഡ് ബൈ അലക്സാണ്ടർ ഗ്രഹാം ബെൽ. അതുപോലെ തന്നെ സെല്ലുലാർ ഫോൺ കണ്ടുപിടിച്ചത് ആരാണ്? മാർട്ടിൻ കൂപ്പർ. സെല്ലുലാർ ഫോൺ വാസ് ഡിസ്കവേർഡ് ബൈ മാർട്ടിൻ കൂപ്പർ. സെല്ലുലാർ ഫോൺ കണ്ടുപിടിച്ചത് ആരാണ്? മാർട്ടിൻ കൂപ്പറാണ്. അതുപോലെ തന്നെ ശബ്ദത്തെക്കുറിച്ച് പറയുമ്പോൾ സെല്ലുലാർ ഫോൺ കണ്ടുപിടിച്ചതാണ് മാർട്ടിൻ കൂപ്പറാണ്. സെല്ലുലാർ ഫോൺ കണ്ടുപിടിച്ചു. ആൻസർ മാർട്ടിൻ കൂപ്പർ. അതുപോലെ നമ്മൾ ശബ്ദത്തെക്കുറിച്ച് പറയുമ്പോൾ അതുപോലെ നമ്മൾ ഈ വൈദ്യുതോർജ്ജത്തെ
പ്രകാശോർജ്ജമായും അതുപോലെ താപോർജ്ജമായും മാറ്റുന്ന ഉപകരണം ഏതാണ്? ഇലക്ട്രിക് ബൾബാണ് കേട്ടോ. വൈദ്യുതോർജ്ജത്തെ എന്താക്കി മാറ്റുന്നു? താപോർജ്ജമാക്കി മാറ്റുന്നു. അതുപോലെ തന്നെ പ്രകാശോർജ്ജമാക്കിയും മാറ്റുന്നു. ഡിവൈസ് യൂസ്ഡ് ടു കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ടു light energy and heat energy. Answer: electric bulb. The device used to convert electrical energy to heat energy as well as light energy. Answer ചോദിച്ചാൽ എന്താണ്? ഇലക്ട്രിക് ബൾബ്. ഇലക്ട്രിക് ബൾബാണ് കേട്ടോ. കുറച്ച് ചോദ്യം വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ നായകളെ വിളിക്കുവാൻ വേണ്ട ഉപകരണം ഏതാണ്? ഗാൾട്ടൺ വിസിൽ. ഗാൾട്ടൺ വിസിലാണ്. The device used for calling dogs. Answer: ഗാൾട്ടൺ വിസിലാണ്. ഗാൾട്ടൺ വിസിലാണ്. അപ്പോൾ നമ്മൾ ശബ്ദത്തെക്കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയേറിയ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഞാനിവിടെ വന്നത് പുതിയതായിരിക്കുന്ന ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ദീപം ലോ അക്കാഡമിയിലുള്ള LLB എൻട്രൻസ് സ്റ്റുഡൻസ് തീർച്ചയായിട്ടും കാണുക. ഞാനിങ്ങനെ പറഞ്ഞു എന്ന് കരുതി വീഡിയോ കാണുന്നത് തുടർച്ചയായിട്ട് കാണുക. വീഡിയോ കാണുക, കേട്ട് പഠിക്കുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക കേട്ടോ. ഇപ്പോൾ വീഡിയോ ഞാൻ ഒരു വ്യക്തിയെ വീഡിയോ കാണാൻ ഞാൻ നിർബന്ധിക്കുന്നില്ലല്ലോ കേട്ടോ. അത് വേറെ കാര്യം. ഒരു വ്യക്തിയെ വീഡിയോ കാണാൻ ഞാൻ നിർബന്ധിക്കില്ല. വീഡിയോ കാണുന്നവരെന്തോ വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ തൽക്കാലം നിർത്തുവാണ്. അപ്പോൾ നാളെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വേറെ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് എത്താം കേട്ടോ. തൽക്കാലം നിർത്തുക. അപ്പം വീഡിയോ കാണുന്നവർ തുടർച്ചയായിട്ട് കാണും.